2.5 മുതൽ 3.5 വയസ്സ് വരെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ വീടിൻ്റെ ചുവരുകളെ ക്രയോൺസ് കൊണ്ട് വരയ്ക്കാറില്ലേ? ചെറിയ സാധനങ്ങൾ വിരലുകൾ ഉപയോഗിച്ചെടുക്കുക, ക്ലേ ഉപയോഗിച്ച് കളിക്കുക തുടങ്ങിയവ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ ബുക്കിൻ്റെ പേജുകൾ തനിയെ മറിക്കാറില്ലേ? ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. കിഡ്സ്വേയിൽ നിന്ന് അനുവാണേ. പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. 2.5 വയസ്സിൽ കുട്ടികളുടെ ഭൗതികവും ശാരീരികവും സാമൂഹികവുമായ വളർച്ച അതിവേഗത്തിലാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ചില കുട്ടികൾക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലും പഠനശേഷിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകുന്നതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നതിലൂടെ അവരുടെ അക്കാഡമിക് സ്കിൽ മനസ്സിലാക്കാനും അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് മുൻകൂട്ടി നൽകുന്നതിനും കുട്ടിയുടെ മുഴുവൻ കഴിവുകളും ശേഷികളും പുറത്തു കൊണ്ടുവരാനും, അതായത് സ്കൂൾ റെഡിനെസ് സ്കില്ലുകൾ ആക്റ്റീവാക്കാനും സാധിക്കും. നമ്മൾ ആരും തന്നെ വാക്കുകളും സെന്റൻസുകളും പാരഗ്രാഫും എഴുതാനും വായിക്കാനുമല്ല ആദ്യം പഠിച്ചത്. അതായത് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കേണ്ട അല്ലെങ്കിൽ ഡെവലപ്പ് ആകേണ്ട കുറച്ച് സ്കില്ലുകളുണ്ട്. അതാണ് പ്രീ റിക്വസ്റ്റിംഗ് ലേണിംഗ് സ്കിൽസ്. കൈകളും വിരലുകളും കൃത്യമായി ചലിപ്പിക്കാനും സാധനങ്ങൾ എടുക്കാനും പിടിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. പ്രോപ്പറായി ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെൻസിൽ കൃത്യമായി പിടിക്കുവാനും നന്നായി എഴുതുവാനും സാധിക്കുകയുള്ളൂ. പുസ്തകത്തിലെ കഥകളും പാട്ടുകളും വായിക്കണമെങ്കിൽ വരികളിലൂടെ കണ്ണോടിക്കേണ്ടത് ആവശ്യമാണ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ വായനയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികൾ അച്ഛനെ പോലെ വണ്ടി ഓടിക്കുകയും അമ്മയെ പോലെ സാരി ഉടുക്കുകയും ചെയ്യുന്നുണ്ടോ? ഇതുപോലെയുള്ള ഇമിറ്റേഷൻസ് നല്ലതാണ്. ഇമിറ്റേഷൻ ലേണിംഗിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ക്ലാസ്സിൽ കൃത്യമായി സീറ്റിലിരുന്ന് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പഠനം സാധ്യമാവുകയുള്ളൂ. അറ്റൻഷനും ജോയിന്റ് അറ്റൻഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ കണ്ട ടോയ്സ്, ആളുകൾ, ഡെയിലി ആക്ടിവിറ്റീസ് എന്നിവ ഓർത്തുവെക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. കുഞ്ഞുങ്ങൾ കളിക്കുന്നതിനിടയിൽ ബോൾ മേശയ്ക്കടിയിൽ പോവുക, അതെടുക്കാൻ മേശ മാറ്റുക അല്ലെങ്കിൽ ചൂലെടുത്തുകൊണ്ട് വരിക, ഒരു കുഴപ്പം വന്നാൽ അതിന് പരിഹാരം തേടുക എന്നിവ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിറങ്ങൾ, ആകൃതി, വലിപ്പം, പഴങ്ങൾ, പച്ചക്കറികൾ, മൃഗങ്ങൾ തുടങ്ങിയവ ഈ പ്രായത്തിൽ കുട്ടികൾ തിരിച്ചറിയണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടിയുടെ പഠനത്തിലും ഭാവി ജീവിതത്തിൻ്റെയും അടിത്തറയാണ്. ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്.